ഹായ് ഫ്രണ്ട്സ്, കനേഡിയൻ കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. കാനഡ ക്യൂബക്കിലെ മോൺട്രിയാൽ സിറ്റിയിൽ നിന്നും ഗ്രാൻഡ് സൂ പാർക്കിലേക്ക് പോയ യാത്രയുടെ വീഡിയോ ആണ്. ക്യൂബക് പ്രൊവിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ് ഈ ഗ്രാൻബി സൂ പാർക്ക്. മോൺട്രിയാലിൽ നിന്നും ഗ്രാൻബി സൂ പാർക്കിലേക്ക് ഏകദേശം 87 കിലോമീറ്റർ ദൂരമാണുള്ളത്. 1 മണിക്കൂറിന്റെ യാത്രയുണ്ട്. ചൈനീസ് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡും. അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പരസ്പരം സംസാരിക്കുന്നുണ്ട്. 马上知道，就大巴停那儿，这个下人的停那儿，下回你可以指挥司机。I can say today is probably one of the best weathers. The sun is not directly on top of your head, and the temperature is all perfect. So for the zoo itself, will probably take around 3 hours or so to finish. And beside that, for those of you who have brought your swimsuit, there will be a pool and artificial wave for you guys to enjoy. Otherwise, okay, let's get the day started. So, ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമായി കടന്നു പോകുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചും ഗൈഡ് വിവരിക്കുന്നുണ്ട്. ഇതാണ് ഷോമിൽഡി ഷാംപ്ലിൻ ബീച്ച്. 3.4 കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റേത്. പുതിയ പാലം ഓപ്പൺ ആക്കിയിട്ട് 2 വർഷം ആകുന്നതേ ഉള്ളൂ. സ്റ്റീലും ഉയർന്ന നിലവാരത്തിലുള്ള കോൺക്രീറ്റും ചേർത്താണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാൻബി ടൗൺ ക്യൂബക്കിന്റെ തെക്ക് വടക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 60,000 ആൾക്കാർ മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. 95% ആൾക്കാരും ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്നവരാണ്. സ്പ്രിംഗ് സീസണിൽ രാവിലെ 9:30 മുതൽ 1 മണി വരെയാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 വരെയുമാണ് അവിടുത്തെ പ്രവർത്തന സമയം. ഈ പച്ചപ്പ് കാണുമ്പോൾ കേരളത്തിലെത്തിയതുപോലെ തോന്നി. എല്ലാ പ്രവാസികളെയും പോലെ മനസ്സ് ഒരു നിമിഷം നാട്ടിലെത്തി. 1953 സ്ഥാപിച്ചതാണ് ഈ ഗ്രാൻഡ് സൂ പാർക്ക്. 1800ഓളം വ്യത്യസ്തമായ ആനിമൽസ് അവിടെയുണ്ട്. ഒരു വർഷം ഏകദേശം 5 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള വിവിധ തരത്തിലുള്ള ആനിമൽസ് ഈ സൂവിലുണ്ട്. ഗ്രാൻഡ് സൂ പാർക്കിനോട് ചേർന്ന് ഒരു വാട്ടർ പാർക്കും അമ്യൂസ്മെന്റ് പാർക്കും ആനിമേറ്റഡ് ടെലിവിഷൻ സീരീസും എന്നിവയും ഉണ്ട്.